ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്കൊന്നൊരു അടിപൊളി ടേബിൾ ഡെക്കോർ ഉണ്ടാക്കിയാലോ. വേറെ ഒന്നല്ല, നമുക്കൊന്നൊരു പെൻ ഹോൾഡർ ഉണ്ടാക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ഏലിയൻ കുട്ടൻ. അപ്പോൾ നമുക്കിന്ന് ഏലിയൻ കുട്ടനെ മാറ്റിയിട്ട് നമുക്കൊന്നൊരു അവക്കാഡ് കുട്ടനെ ഉണ്ടാക്കാം കേട്ടോ. ഇതിൻ്റെയൊക്കെ ഷോർട്സ് നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ഗൈസ്. ഒരു സബ്സ്ക്രൈബ് പ്ലീസ്. അപ്പോൾ നമുക്ക് നമ്മുടെ അവക്കാഡ് കുട്ടനെ നമുക്ക് കളർ ചെയ്തെടുക്കണം. അതിന് ഞാനിവിടെ ഫസ്റ്റ് കളർ നമ്മൾ ഡാർക്ക് ഗ്രീനാണ് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ പേപ്പറിലൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ചുരുണ്ട് കൂടി വരും. അപ്പോൾ നമ്മളൊരു കട്ടിയുള്ള കാർഡ്ബോർഡ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അന്ന് അത്ര കട്ടി വേണ്ട, എന്നാൽ ഒട്ടും കട്ടി കുറയരുത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ കാർഡ്ബോർഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബുക്കിൻ്റെ ഒക്കെ തട്ടി ഉണ്ടാവുമല്ലോ, പഴയ ബുക്കിൻ്റെ, അപ്പോൾ അതായാലും വെട്ടിയെടുത്ത് അവക്കാഡ് ഷേപ്പിലാക്കി എടുക്കാം. അതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇതേപോലെ നമുക്ക് എല്ലാ സൈഡൊക്കെ ഒന്ന് കളർ അടിച്ചെടുക്കണം. ഡാർക്ക് കളർ പച്ച കൊടുക്കാനും ഫസ്റ്റ് നമുക്കറിയാമല്ലോ, നമ്മുടെ അവക്കാഡ് തീം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. നമുക്ക് ഫസ്റ്റ് ഡാർക്ക് കളർ കൊടുത്തിട്ട് പിന്നെ നമ്മൾക്ക് ഒരു ലൈറ്റ് ഗ്രീൻ നമുക്ക് നിങ്ങളുടെ ലൈറ്റ് ഗ്രീൻ കളർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വൈറ്റ് കളർ ആഡ് ചെയ്തിട്ട് നമുക്ക് ലൈറ്റ് ഗ്രീൻ ആക്കി എടുക്കാം. പക്ഷേ ഒത്തിരി ലൈറ്റ് ഗ്രീൻ ആവരുത്. അപ്പം നമുക്ക് നടുക്കടിക്കുമ്പോൾ അത് നമ്മുടെ അവക്കാഡ് നടുക്ക് നമ്മുടെ ഒരു യെല്ലോ ഷെയ്ഡ് വരില്ലേ, അത് നമുക്ക് കിട്ടില്ല. നമ്മുടെ ടേബിൾ ഡെക്കോറിൻ്റെ വീഡിയോ ഒക്കെ കണ്ടുവരും. നമ്മുടെ ടേബിളൊന്നും ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ അവക്കാഡ് നമ്മളിങ്ങനെ കളർ ചെയ്തെടുക്കേണ്ടത് പതുക്കെ ചെയ്താൽ മതി. നമുക്ക് അത്ര തിരക്കുള്ള കാര്യമൊന്നുമില്ല. കുറച്ച് ടൈം എടുത്ത് ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിന് അത്ര ഭംഗിയായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഞാൻ ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് അവസാനമായപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് സ്ഥലത്തൊക്കെ പോയി ഇങ്ങനെ കൈ കൊണ്ടിട്ട് ഉണങ്ങാനാണ് മുന്നെടുത്തിട്ടേ കൈമേക്കായി. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ കൈമേക്കാവും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ പെയിൻ്റ് അടിച്ചെടുക്കണം. പിന്നെ നടുക്കത്തെ കളർ എങ്ങനെ ഞാൻ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡാർക്ക് പച്ച ഉണ്ടല്ലോ, അത് ഒരു കുറച്ച് ഡാർക്ക് പച്ചയ്ക്ക് നമുക്ക് നന്നായിട്ട് കുറച്ചധികം വെള്ളം ചേർക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് നമ്മുടെ സാധാരണ യെല്ലോ കളറില്ലേ, അത് ചേർത്താൽ മതി. അപ്പം നമുക്ക് ഇതേപോലത്തെ ഒരു പേസ്റ്റൽ കളർ കിട്ടും. കളർ എന്നിട്ടാന്ന് വെച്ചാൽ എനിക്കറിയില്ല, ഒരു ഗ്രീൻ ഷെയ്ഡ് പോലെയാണ് വന്നത്. എന്നാലും നല്ല രസമുണ്ടായിരുന്നു ആ കളർ കാണാൻ, നേരിട്ട് കാണാൻ. നമ്മുടെ ക്യാമറയിൽ കാണുന്നതിനും ഭംഗി നമുക്ക് നേരിട്ട് കാണാനാണ് കേട്ടോ. അത് ഇതേപോലെ നന്നായിട്ടൊന്ന് കളർ അടിച്ചെടുത്തിട്ട് നമ്മൾ ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഹോം മെയ്ഡ് ക്ലേ എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ എന്തായാലും അതിൻ്റെ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കാം. അപ്പം നമുക്ക് ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിന് കുറച്ച് ഉണ്ടകളൊക്കെ ആക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് അതിനെ പരത്തിയിട്ടൊക്കെ വേണം നമുക്ക് നമ്മുടെ അവക്കാഡോയുടെ നടുക്ക് വയ്ക്കാനുള്ള വിത്തൊക്കെ ഉണ്ടാക്കാനായിട്ട്. അത് നമുക്ക് കുറച്ചധികം നേരം നമുക്ക് അത് ഫസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ കാർഡ്ബോർഡൊക്കെ കട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്കിപ്പോൾ അതിൽ വരച്ച് കൊടുത്താലും കുഴപ്പമില്ല. വരച്ച് കൊടുക്കണമെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ നമ്മൾ ഒട്ടിക്കാൻ തന്നെയായിരിക്കും. അപ്പോഴായിരിക്കുമല്ലോ നമുക്കതിന് കുറച്ചും കൂടി ഭംഗി, ഇങ്ങനെ ഒരു 3D ലുക്കിൽ കിട്ടും. നമ്മളിപ്പോൾ വരച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്കതൊരു അത്ര 2D ലുക്കിലായിരിക്കും വരും. അപ്പോൾ നമുക്കൊരു 3D ലുക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങൾ ഒട്ടിക്കുക ചെയ്യണ്ടേ. അപ്പോൾ ഇതേപോലത്തെ കുറച്ച് കണ്ണൊക്കെ വരച്ചെടുക്കാം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് നമ്മുടെ കണ്ണിനൊക്കെ നമുക്ക് ഇങ്ങനെ ലൈറ്റ് നമ്മളിങ്ങനെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളിരിക്കുന്ന കണ്ണിരിക്കില്ലേ, അതിന് വേണ്ടി നമുക്കിങ്ങനെ 2 വൈറ്റ് കുത്തും കൊണ്ട് ഇട്ട് കൊടുക്കാമേ. പിന്നെ നിങ്ങൾക്ക് ബ്ലഷൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ചെറിയൊരു ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ അവക്കാഡോയുടെ വിത്ത്. നമുക്കത് നടുക്ക് വെച്ച് കൊടുക്കാം. ഞാനിതൊക്കെ ഒട്ടിക്കുന്നത് ഡബിൾ ടാപ്പ് വെച്ചിട്ടാണ്. വൈറ്റ് കളർ ഡബിൾ ടാപ്പില്ലേ, അതിനേക്കാളും ഞാൻ പറയുന്നത് നമുക്ക് അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നോക്കിയപ്പോൾ അതൊക്കെ പടം ഇളകി കിടക്കണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വീണ്ടും പശ വെച്ച് ഒട്ടിച്ചതായിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും ഫസ്റ്റ് തന്നെ പശ വെച്ച് ഒട്ടിക്കുക. അപ്പോൾ എനിക്ക് പറ്റിയ തെറ്റുകൾ നിങ്ങൾ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങളെല്ലാവരും പശ വെച്ച് എല്ലാ കാര്യങ്ങളും ഒട്ടിച്ചാൽ മതി. എന്നിട്ട് ഇതേപോലെ നമുക്ക് കുറച്ച് സ്റ്റാർ പോലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഹാർട്ട്സ് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് വെച്ച് കൊടുത്തോ. ഞാൻ ഇവിടെ കുറച്ച് സിമ്പിളായിട്ട് നമുക്ക് കുറച്ചും കൂടി ഇങ്ങനെ ക്യൂട്ടായിട്ട് കിട്ടാൻ വേണ്ടി കുറച്ച് സ്റ്റാർസാണ് അതിന് മുകളിൽ വെച്ചത്. എന്നിട്ട് കുറച്ച് ബ്ലഷൊക്കെ ഇട്ട് കൊടുക്കണ്ടേ. എന്നിട്ട് നമുക്ക് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച് നമ്മുടെ ഏലിയൻ കുട്ടൻ്റെ പെട്ടിയിൽ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാമേ. അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഡബിൾ ടാപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ ഒരെണ്ണം ഒട്ടിച്ച് കൊടുത്തേ, അത് അത്ര ഇതിലൊട്ടിരിക്കാനുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ 2-3 കൂടി കൂടുതൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു സ്ഥലം. ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ പെട്ടി തന്നെ എടുത്തതെന്ന് വെച്ചാൽ എനിക്ക് വേറെ പെട്ടി എടുത്തിട്ട് എനിക്ക് മടിയാണ് ഗൈസ്, മടിയായിട്ട് പോയായിരുന്നു. അപ്പോൾ വേറെ പെട്ടി എടുത്ത് കഴിഞ്ഞാൽ അതിനെ വെട്ടി അതിനൊട്ടിച്ച് ഇത് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഏലിയൻ കുട്ടൻ്റെ പെട്ടി എടുത്താൽ പോരെ. അതാകുമ്പോൾ കുറച്ച് ദിവസമായിട്ട് ഏലിയൻ കുട്ടനെ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ആ പെട്ടി എടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ ഏലിയൻ കുട്ടനെ നമ്മുടെ അവക്കാഡോ കുട്ടനെ നമുക്ക് അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കാമേ. എന്നിട്ട് നമ്മുടെ പെൻ ഹോൾഡർ അപ്പോഴേക്കും നമ്മുടെ പറഞ്ഞ് പെൻ ഹോൾഡർ ഇവിടെ റെഡിയായി. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പാന് വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളിത് ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരണേ. ഇൻസ്റ്റ ID _i_dev എന്നാണ്. അപ്പോൾ നിങ്ങൾ അതിലേക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എവിടെയെങ്കിലും ഇടാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എടുത്തുള്ളൂ. ബൈ.